ദേ ഇങ്ങനെ പോയ ഞാൻ തിരിച്ച് ദേ ഇങ്ങനെയാണ് വീട്ടിൽ വന്നത്. ഞാനും ദേ എൻ്റെ ഈ കുഞ്ഞു കുട്ടിപ്പട്ടാളങ്ങളും കൂടി ഒരു യാത്ര പോയി തിരിച്ചു വന്നതിന്റെ അവസ്ഥയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ദേ ഇപ്പോൾ പോകുന്നത് പറക്കുളത്തേക്കാണ്, കല്ലൂൻ്റെ അമ്മാമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതേ വൈകിട്ടത്തെ ചായക്കുള്ള കുറച്ച് സ്നാക്സും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സമൂസ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കല്ലൂൻ്റെ അമ്മാമ്മയുടെ വീടല്ല, പകരം മറ്റൊരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കല്ലൂൻ്റെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് കുറച്ചൊന്നും നടക്കാനുണ്ട്. ഭയങ്കര വെയിലായിരുന്നു. എന്ത് വെയിലാണെന്നറിയോ, എൻ്റെ കാറിന്റെ AC ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ കംപ്രസറൊക്കെ പോയി കിടക്കുവാണേ. പിന്നെ ഇപ്പതേ കല്ലൂൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ താരം നമ്മുടെ വിച്ചൂട്ടനാണ്. പിന്നെ എല്ലാവരും വിച്ചൂട്ടന്റെ ചുറ്റിനും ഉണ്ടാകും കേട്ടോ, ആരും മാറത്തില്ല. പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഐസ്ക്രീം ഒക്കെ കുടിച്ച് ഒരുങ്ങി. ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങോട്ടായിരിക്കും എന്നുള്ളത്. നേരെ പോയത് നമ്മുടെ ഉമയല്ലൂർ വയലിലേക്കാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്, നല്ല രസം ഉണ്ടായിരുന്നേ. ഒരുപാട് റീലുകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അടുത്തായതുകൊണ്ട്, കല്ലൂൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോകണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ വയലിൽ വന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം, കാരണം ഓടിക്കളിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. വിച്ചൂട്ടിനാണെങ്കിൽ ഞാൻ എൻ്റെ സാരീൻ്റെ തുമ്പിട്ടിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റായതുകൊണ്ട് അവൻ നല്ല സുഖമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞാൽ ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാനേ തോന്നൂലായിരുന്നു, അത്രയ്ക്ക് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ ചൂടത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു കാറ്റ്, എൻ്റെ പൊന്നെ AC മാറി നിൽക്കും, അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരു നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊന്നും ഒട്ടും തന്നെ അവിടെ നിന്ന് വരാൻ ഇഷ്ടമുണ്ടായില്ല. അവരെല്ലാവരും അവിടെ കിടന്ന് നേരം ചെറുതായിട്ടൊന്ന് ഇരുട്ടി വന്നപ്പോഴേക്കും കുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഓട്ടോ ഓടാൻ പോകുന്നത് കൊണ്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അവൻ വന്ന ഉടനെ കല്ലിന്റെ വടിയിൽ വന്ന് കിടന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കല്ല് മുഖം പൊത്തി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു 7:30 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവരൊക്കെ പറക്കുളത്തേക്ക് തിരിച്ചും പോയി, ഞാനും പിള്ളേരും എല്ലാം കൂടെ പരവൂരേക്കും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് ഓട്ടവും ചാട്ടമായിരുന്നു അറിയോ റീൽ എടുക്കാൻ വേണ്ടി ആ വയലിലേക്ക്. അങ്ങനെ വേറൊന്നും സംഭവിച്ചില്ല. പവനായി എനിക്കാണെങ്കിൽ ആസ്മ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഈ പുല്ല് പൂമ്പൊടി ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അപ്പം ശ്വാസം മുട്ടുണ്ടാവും. ഇതൊന്നും വകവയ്ക്കാതെയാണ് കേട്ടോ ഞാൻ ഈ റീൽ എടുക്കാൻ വേണ്ടി അവിടെ ഓടിക്കളിച്ചത്. മെഡിക്കൽ ഷോപ്പിൽ നിർത്തി ടാബ്ലറ്റും മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.